ഞാൻ പോവാൻ തീരുമാനിച്ചു. നിങ്ങൾ ചിന്തിക്കുന്ന പോലെ ഒരു ഗെയിമർ എന്നുള്ള രീതിയിൽ ചിന്തിച്ച് കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നില്ല. അതുകൊണ്ട് ഞാൻ ഈ ഷോക്ക് നിൽക്കാൻ അർഹതയില്ല. ബിഗ് ബോസ് മലയാളം സീസൺ 6 മറ്റൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം. റസ്മിൻ ഭായി ഷോ ക്വിറ്റ് ചെയ്യുവാൻ തീരുമാനിക്കുകയാണ്. അതെ, പരസ്യമായി ഇന്ന് 2 തവണ അത് പറഞ്ഞു. ഒന്ന് അപ്സരയുടെ മുൻപിൽ വെച്ച് പറഞ്ഞു, എനിക്കിനി പറ്റില്ല, ഞാൻ പോവുകയാണ്. ഇപ്പോൾ സായിയുടെ മുൻപിൽ വെച്ച് കുറച്ച് സമയമെടുത്ത് സംസാരിച്ചപ്പോൾ പറഞ്ഞു, അതെ, ഞാൻ പോകുവാൻ തീരുമാനിച്ചു, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇനിയും പ്രശ്നമാണ്. അതെ, വളരെ കറക്റ്റ് കാര്യം തന്നെയാണ് റസ്മിൻ ഭായി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇനി അവിടെ നിന്ന് കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ വർദ്ധിക്കും, അത് താങ്ങാനുള്ള കപ്പാസിറ്റി തനിക്കുണ്ടോ എന്ന് തോന്നുന്നില്ല. കാരണം ഫ്രണ്ട്ഷിപ്പിന് താൻ അങ്ങേയറ്റം വാല്യൂ കൊടുക്കുന്നുണ്ട്. ജാസ്മിനും ഗബ്രിയുമായിട്ട് നല്ല സൗഹൃദത്തിലായിരുന്നു. പിന്നീട് അവസാന നിമിഷത്തിൽ ഗബ്രിയുമായി തെന്നേണ്ടി വന്നു. എങ്കിലും ജാസ്മിനുമായി ആ ബന്ധം തുടർന്നു. പക്ഷേ ഒരല്പം ഗ്യാപ്പിട്ടാണ് ഈ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ പോയിക്കൊണ്ടേയിരുന്നത്. എന്നാൽ നോറയുമായി വളരെ നല്ല സൗഹൃദത്തിലാണ്. റസ്മിൻ തിരഞ്ഞെടുത്ത ഈ സൗഹൃദങ്ങളുടെ ഇപ്പോഴത്തെ പ്രത്യേകത കഴിച്ചിട്ടിറക്കുവാനും കഴിയുന്നില്ല, മധുരിച്ചിട്ട് തുപ്പുവാനും കഴിയുന്നില്ല എന്ന സ്ഥിതിയാണ്. ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം റസ്മിൻ ആരോടൊക്കെ സംസാരിക്കണം എന്നുള്ളത് നോറയാണ് തീരുമാനിക്കുന്നത്. നോറയ്ക്ക് ഇഷ്ടമില്ലാത്ത ചില ആൾക്കാർ അവിടെയുണ്ട്. അപ്സരയോട് നോറയ്ക്ക് താല്പര്യമില്ല, ജാസ്മിനോടാണെങ്കിൽ ഒട്ടും തന്നെ ഇഷ്ടമില്ല. ഈ 2 ആൾക്കാരോടും റസ്മിൻ സംസാരിക്കുന്നത് നോറയ്ക്ക് ഒരു തരത്തിലും സഹിക്കാൻ കഴിയത്തില്ല. അങ്ങനെ സംസാരിച്ചാൽ നോറ പിന്നീട് ഭദ്രകാളിയെ പോലെ റസ്മിന്റെ നേരെ ഉറഞ്ഞു തുള്ളുവാൻ തുടങ്ങും. അല്പനിമിഷങ്ങൾക്ക് മുമ്പ് ജാസ്മിനുമായിട്ട് ഒരുമിച്ചിരുന്ന് സംസാരിച്ചു എന്നുള്ള കാരണത്താൽ നോറ വലിയ പുകിലവിടെ ഉണ്ടാക്കി. ഒടുവിൽ പറഞ്ഞു, എന്റെ അടുക്കൽ വരരുത്, എനിക്ക് നിന്നെ അറപ്പാണ്, വെറുപ്പാണ്, എന്നെ തുടരുത്, എന്നോട് സംസാരിക്കരുത്. സത്യത്തിൽ ഈ റസ്മിന് ഇങ്ങനെയുള്ള വാക്കുകളുടെ മുമ്പിൽ തിരികെ പ്രതികരിക്കാൻ അറിയില്ല. അങ്ങനെ പ്രതികരിച്ച് ശീലമുള്ള ഒരു പെൺകുട്ടി അല്ലാത്തത് കൊണ്ടാവാം അവര് സൈലന്റ് ആയിട്ട് കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. ഇതുപോലെ മൂർച്ചയുള്ള വാക്കുകൾ പറഞ്ഞ് മറ്റൊരു വ്യക്തിയുടെ ഹൃദയത്തെ ഹേർട്ട് ചെയ്യുക എന്നുള്ളത് റസ്മിനെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണെന്ന് തോന്നുന്നു. പക്ഷേ ബിഗ് ബോസ് പോലുള്ള ഒരു ഷോയിൽ എല്ലാ തരികിടയും എല്ലാ തന്ത്രങ്ങളും പയറ്റുവാനുള്ള ആ ചങ്കുറപ്പോടു കൂടി വേണം വരാൻ. ഇല്ലായെങ്കിൽ ഇടയ്ക്ക് വെച്ച് ക്വിറ്റ് ചെയ്യണം, പോകണം എന്നൊക്കെയുള്ള തോന്നലുകൾ ഉണ്ടാവും. അല്പനിമിഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ സായിയും റസ്മിനും തമ്മിൽ ലൈവിൽ സംസാരിക്കുന്ന ചില ഭാഗങ്ങൾ കാണിച്ചു. അതിങ്ങനെയായിരുന്നു. റസ്മിൻ പറയുകയാണ്, ഫ്രണ്ട്ഷിപ്പിന് ഞാൻ നല്ല വാല്യൂ കൊടുക്കുന്ന ഒരാളാണ്. കുറച്ച് കാര്യങ്ങൾ ഇതിനോടകം എനിക്ക് തിരിച്ചറിയുവാനും കഴിഞ്ഞു. ഞാനിവിടെ ഒരു ഗെയിമറായിട്ട് നിന്നിട്ടില്ല. ബിഗ് ബോസ് തരുന്ന ടാസ്കുകളൊക്കെ ഭംഗിയായി ചെയ്തിട്ടുണ്ട്. കിട്ടിയ ഡ്യൂട്ടീസുകളൊക്കെ കൃത്യമായിട്ട് ചെയ്തിട്ടുമുണ്ട്. അതിലുപരി നിങ്ങളെയൊക്കെ പോലെ ഒരു ഗെയിമർ എന്ന നിലയിൽ ഞാൻ ഒന്നും തന്നെ ഇവിടെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഷോയിൽ നിൽക്കുവാൻ അർഹതയുള്ള വ്യക്തിയുമല്ല. ഇതിനോടകം നല്ല ചില ഫ്രണ്ട്ഷിപ്പുകൾ ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി തുടർന്ന് ഇവിടെ നിന്നു കഴിഞ്ഞാൽ അതുകൂടി നഷ്ടപ്പെടുവാനുള്ള സാധ്യതയാണ് മുൻപിലുള്ളത്. അതുകൊണ്ട് പോകാൻ തീരുമാനിച്ചു. തുടർന്ന് സായി വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ റസ്മിനോട് ചോദിക്കുകയും ഒടുവിൽ കുറച്ച് മോട്ടിവേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതിൽ ഒന്നാമതായിട്ട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, റസ്മിന്റെ ജേണി കംപ്ലീറ്റ് ആയിട്ടില്ലല്ലോ, ഒന്നും മിണ്ടുന്നില്ല. അതെ, യാത്ര പോയിട്ട് റസ്മിൻ പാതി വഴിയിൽ വെച്ച് തിരിച്ചു പോരുമോ? അതിനും കൃത്യമായൊരു ആൻസർ ഇല്ല. ഇവിടെ വന്നത് കളിക്കാൻ വേണ്ടിയല്ലേ? 100 ദിവസം ഇവിടെ നിൽക്കാൻ വേണ്ടിയല്ലേ വന്നത്? ഇനി മുൻപോട്ടുള്ള യാത്രക്കിടയിൽ ഓരോരുത്തർ കൊഴിഞ്ഞു അവസാനം ഫൈനൽ 5 എന്ന് പറയുന്ന ഒരു തലം വരെയോളമുണ്ട്. അവിടെ വരെ എത്തിച്ചേരണ്ടേ? അവിടെ വരെ കയറിപ്പോകുവാൻ വേണ്ടിയുള്ള കുറച്ച് ക്വാളിറ്റീസ് ഒക്കെ വേണ്ടേ? അതെങ്ങനെ സാധിക്കുമെന്നാണ് റസ്മിൻ ശരിക്കും വിശ്വസിക്കുന്നത്. അപ്പോൾ റസ്മിന്റെ മറുപടി ഇതാണ്, ഇവിടെ നിൽക്കുന്ന ആൾക്കാരും പുറത്തുള്ള ആൾക്കാരും തീരുമാനിക്കണം നമ്മൾ ഫൈനൽ 5 എത്തണോ വേണ്ടയോ എന്നുള്ളത്. അപ്പോൾ സായി പറഞ്ഞ മറുപടി ഇതാണ്, ഇവിടെ നിൽക്കുന്ന ആൾക്കാർ തീരുമാനിച്ചത് കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. അവർക്ക് അങ്ങേയറ്റം നിങ്ങളെ ചെയ്യാൻ പറ്റുന്നത് നോമിനേഷനിലേക്ക് എടുത്തിടുക എന്നുള്ളത് മാത്രമാണ്. എന്നാൽ പുറത്തുള്ള ആൾക്കാരാണ് തീരുമാനിക്കുന്നത് നിങ്ങൾ പുറത്തു പോകണമോ അതോ അകത്ത് നിൽക്കണമോ എന്നുള്ളത്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഗെയിം മുറുകും തോറും പല റിയാലിറ്റീസും ഈ ഷോ നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ കാര്യങ്ങൾ കൂടുതൽ പഠിക്കുവാൻ തുടങ്ങുമ്പോൾ പല ബന്ധങ്ങളെയും സ്വിച്ച് ഓഫ് ചെയ്തു വെക്കാൻ പഠിക്കണം. സായിയുടെ അടുത്ത ചോദ്യം ഇതായിരുന്നു, ഇപ്പോൾ ഇങ്ങനെ മുൻപോട്ട് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുന്ന ചില ഫ്രണ്ട്ഷിപ്പുകൾ അത് സ്വന്തം ഇഷ്ടത്തിന് വേണ്ടിയുള്ളതാണോ അതോ മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് വേണ്ടിയുള്ളതാണോ? അതായത് ഞാൻ സൗഹൃദങ്ങൾ ഉണ്ടാക്കുന്നത് എൻ്റെ സംതൃപ്തിക്ക് വേണ്ടിയാണ്, മറ്റുള്ള ആർക്കും വേണ്ടിയല്ല. അതുപോലെ റസ്മിന്റെ സംതൃപ്തിക്ക് വേണ്ടിയാണോ ഈ സൗഹൃദങ്ങളെ കൊണ്ട് നടക്കുന്നത് അതോ മറ്റുള്ളവരുടെ സംതൃപ്തിക്ക് വേണ്ടിയാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ റസ്മിന്റെ മറുപടി ഇങ്ങനെയാണ്, അവരെൻ്റെ ഫ്രണ്ട്സ് ആയതുകൊണ്ടാണല്ലോ എനിക്ക് ആ ഫ്രണ്ട്ഷിപ്പിന് വാല്യൂ വെക്കണം എന്ന് തോന്നുന്നത്. ഉടനെ തന്നെ സായിയുടെ മറുപടിയും വന്നു, അതെ, വളരെ കൃത്യമാണ്. അതായത് അവരുടെ സംതൃപ്തിക്ക് വേണ്ടിയാണ് നിങ്ങൾ അവരെ സൗഹൃദത്തിലാക്കി വെച്ചിരിക്കുന്നത്. അവർക്ക് വേണ്ടിയാണ് നിങ്ങൾ ഫ്രണ്ട്ഷിപ്പ് വെച്ച് പുലർത്തിക്കൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ സംതൃപ്തി അല്ല. അടുത്ത ചോദ്യം, നിങ്ങൾ അവർക്ക് കൊടുക്കുന്ന കൺസിഡറേഷൻ, ഒരു ഫ്രണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾ അവരെ കരുതുന്നത് എങ്ങനെയാണ്? ആ രീതിയിൽ അവിടുന്ന് ഇങ്ങോട്ടൊരു കൺസിഡറേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ? റസ്മിന് മറുപടി ഒന്നുമില്ല.
ഫ്രണ്ട്ഷിപ്പിന്റെ വാല്യൂ മനസ്സിലാക്കിക്കൊണ്ട് റസ്മിൻ അവർക്ക് കൊടുക്കുന്ന കൺസിഡറേഷൻ അവരതുപോലെ തന്നെ നിങ്ങൾക്ക് തിരിച്ചു നൽകുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ ശരിക്കും റിയൽ ഫ്രണ്ട്സ് തന്നെയാണോ? അതായത് ഈ ജാസ്മിന്റെയും നോറയുടെയും ഒക്കെ പൊട്ടിത്തെറിയും കുറ്റപ്പെടുത്തലും ഒറ്റപ്പെടുത്തലും ഒക്കെ കണ്ടിട്ടുള്ള ചോദ്യമാണ് കൃത്യമായിട്ട് ചോദിക്കുന്നത്. അതിന് റസ്മിൻ ഉടൻ തന്നെ പറഞ്ഞ മറുപടി ഇതാണ്: ഒരുപക്ഷെ എൻ്റെ ബിഹേവിയറിൽ കൂടി അവർക്ക് ഹേർട്ടായിട്ടുണ്ടാകാം, അതുകൊണ്ടായിരിക്കും അവരൊക്കെ അങ്ങനെ ഇടപെടുന്നത്. വീണ്ടും സായി ചോദിക്കുകയാണ്, അവർക്ക് ഹേർട്ട് ആകുന്നുണ്ട് എന്നുള്ള കാര്യം റസ്മിൻ ചിന്തിക്കുന്നുണ്ട്, എന്നാൽ റസ്മിന് ഹേർട്ട് ആകുന്നുണ്ട് എന്നുള്ള കാര്യം അവർ ചിന്തിക്കുന്നുണ്ടെന്ന് റസ്മിന് തോന്നുന്നുണ്ടോ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചോദ്യങ്ങൾക്കൊന്നും റസ്മിന് കൃത്യമായ ഒരു മറുപടിയും ഇല്ലായിരുന്നു. എല്ലാത്തിനും മൗനം മാത്രമാണ് മറുപടി. പക്ഷേ എഴുന്നേറ്റ് പോകുവാൻ തുടങ്ങുമ്പോൾ സായി വീണ്ടും ആവർത്തിച്ച് പറഞ്ഞിട്ട് പോയൊരു വാക്ക് തന്നെയാണ്: യാത്ര കംപ്ലീറ്റ് ആയിട്ടില്ല, പാതി വഴിയിൽ വെച്ച് ഉപേക്ഷിച്ചു പോകരുത്, അത് ശരിയല്ല. റസ്മിൻ ബായി എന്ന പെൺകുട്ടി ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നയാളാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ മോട്ടിവേഷനൊന്നും വില പോകാൻ സാധ്യതയില്ല. എന്നാൽ തലച്ചോറ് കൊണ്ട് ചിന്തിക്കുന്ന ഒരു കുട്ടിയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സൗഹൃദങ്ങളെക്കുറിച്ച് ഒരു പുനർവിചിന്തനം തീർച്ചയായിട്ടും നടത്തും, ഒരു ബാരിയർ എല്ലാത്തിനും കൽപ്പിക്കും. കഴിഞ്ഞ ദിവസം അപ്സരയുമായിട്ട് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അപ്സര പറഞ്ഞൊരു കാര്യമുണ്ട്: എനിക്കിവിടെ നിന്നേ പറ്റൂ, ആരെല്ലാം ചവിട്ടി അരച്ചാലും എന്തെല്ലാം കുത്തുവാക്കുകൾ കേട്ടാലും എനിക്കിവിടെ നിന്നേ പറ്റൂ, എനിക്കിവിടുന്ന് പോകാൻ പറ്റില്ല. കാരണം എൻ്റെ അവസ്ഥ അങ്ങനെയാണ്. ഞാൻ വാടകയ്ക്ക് താമസിക്കുന്ന ഒരാളാണ്. ഒത്തിരി ചിലവുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. രണ്ടറ്റം കൂട്ടിമുട്ടിക്കുവാൻ ഞാൻ പെടുന്ന പാട് എനിക്ക് മാത്രമേ അറിയുള്ളൂ. അതിൻ്റെ മുമ്പിൽ എനിക്ക് വീണ് കിട്ടിയ ഏറ്റവും വലിയൊരു അവസരമാണിത്. അതുകൊണ്ട് തന്നെ മാക്സിമം എനിക്കിവിടെ പിടിച്ചു നിന്നേ മതിയാവുകയുള്ളൂ, നേട്ടമുണ്ടാക്കിയേ മതിയാകത്തുള്ളൂ. അതുപോലെ റസ്മിൻ ഒന്ന് ചിന്തിക്കണം. നിങ്ങൾ വാടകയ്ക്കാണോ, നിനക്ക് സ്വന്തമായിട്ട് വരുമാനമുണ്ടോ, ഇതിനെക്കുറിച്ച് ഒന്നും എനിക്കറിയില്ല. പക്ഷേ നിങ്ങളുടെ സാമ്പത്തിക അവസ്ഥ പറഞ്ഞു കേട്ടെടുത്തോളം, നിങ്ങളുടെ കുടുംബത്തിൻ്റെ സാഹചര്യങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണോ റസ്മിൻ തിരിച്ചു പോകണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നമുക്കങ്ങനെ ഇട്ടെറിഞ്ഞിട്ട് പോകാൻ പറ്റില്ല, നമുക്കിവിടെ പിടിച്ചു നിന്നേ മതിയാവുകയുള്ളൂ. ഇതെല്ലാം കേട്ടതിന് ശേഷം ഇന്ന് വീണ്ടും റസ്മിൻ പറയുകയാണ്, പോകണം, മടങ്ങിപ്പോയേ പറ്റുകയുള്ളൂ എന്ന്. ഒരു ഗെയിമർ എന്ന നിലയിൽ പരാജയമാണ്, കളിച്ചു കഴിഞ്ഞു, ഇനിയും പ്രത്യേകിച്ച് അവിടെ ഒന്നും ചെയ്യാനില്ല എന്നുള്ള തോന്നലാണ് റസ്മിൻ ഉണ്ടാകുന്നതെങ്കിൽ തീർച്ചയായിട്ടും മടങ്ങിപ്പോകണം. ഒരു ദിവസത്തേക്ക് പോലും ഇനി അവിടെ നിൽക്കുവാൻ പാടില്ല, തീർച്ചയായിട്ടും പോകണം. എന്നാൽ ഇത്തരത്തിലുള്ള ചീഞ്ഞ ഫ്രണ്ട്ഷിപ്പിന്റെ പേരിലാണ് ഗെയിം അവസാനിപ്പിച്ചു പോകുന്നതെങ്കിൽ റസ്മിൻ ബായി പുറത്തിറങ്ങുമ്പോൾ ദുഃഖിക്കേണ്ടി വരും. കാരണം ഇന്നലെ കണ്ട നോറയും ജാസ്മിനും ഒന്നും കഴിഞ്ഞ 60 ദിവസക്കാലം കൊണ്ടുണ്ടാക്കിയെടുത്ത ആ സൗഹൃദം അത് തീവ്രമായ സ്നേഹത്തിൻ്റെതും കൂടെ ജീവിതകാലം മുഴുവൻ ഉണ്ടാകും എന്നുള്ള ഉറപ്പിലുമൊന്നുമല്ല. നിങ്ങളെ മാക്സിമം ഉപയോഗിക്കുവാൻ മാത്രമാണ് ഫ്രണ്ട്ഷിപ്പ് കൂടിയിരിക്കുന്നത്. ആ ബോധം നിങ്ങൾക്കില്ലാതെ പോയത് കൊണ്ട് തന്നെയാണ് നിങ്ങൾ ഒരു ഗെയിമർ അല്ല എന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് പറയേണ്ടിയും കൂടി വന്നിരിക്കുന്നത്. അതെ, ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിലേക്ക് ഒരു വ്യക്തി പോകുമ്പോൾ തന്നെ പ്ലാൻ ചെയ്യണം അവിടെ ഉണ്ടാകുന്ന ഓരോ സൗഹൃദങ്ങളും എങ്ങനെ തൻ്റെ ഗെയിമിന് നേട്ടമാക്കിയെടുക്കുവാൻ പറ്റും എന്നുള്ളത്. അവിടുത്തെ സൗഹൃദങ്ങളൊന്നും ജീവിതകാലം മുഴുവനും നിലനിൽക്കുന്ന സൗഹൃദങ്ങളല്ല. ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങിയ ആൾക്കാരിൽ അപൂർവം ചിലരിൽ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ സൗഹൃദങ്ങൾ വീണ്ടും തുടർന്നു പോയിട്ടുള്ളത്. ബാക്കി തേനും പാലും ചക്കരയുമാണെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് ഡെയിലി മനുഷ്യരുടെ മുമ്പിൽ പെർഫോം ചെയ്തിരുന്ന ആൾക്കാരൊക്കെ പലരും ഇപ്പോൾ കണ്ടാൽ അറിയുന്നവർ പോലുമല്ല. ചുരുക്കി പറഞ്ഞാൽ ഇതെല്ലാം ഗെയിമായിരുന്നു, ഗെയിമിന്റെ ഭാഗമായിരുന്നു ഈ സ്നേഹപ്രകടനങ്ങളെല്ലാം. ഇതൊന്നുമില്ലാതെ അകത്ത് കയറിയ റസ്മിൻ ബായിക്ക് മടുത്തിരിക്കുന്നു, മടങ്ങിപ്പോകണം എന്ന തോന്നൽ വന്നിരിക്കുന്നു. അതെ, മടങ്ങിപ്പോകുന്നത് തന്നെയാണ് നല്ലത്.